ഹലോ എവ്രി വൺ. ഇന്ന് ഉച്ചയ്ക്ക് ചീരക്കറിയും പിന്നെ നമ്മുടെ ചേന വെച്ചിട്ടുള്ള ഉപ്പേരിയും ഫ്രൈയുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ നമ്മുടെ ചേനയും ചീരയും വൃത്തിയിൽ കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ചേന ഫ്രൈക്ക് വേണ്ടിയിട്ടാണ് ഈ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു കായും ഉണ്ടായിരുന്നു, അതെന്താ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കായും മറ്റേ ചേനയും കൂടി മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ. ചീരയും ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ചേന ഒന്ന് വേവിച്ചെടുക്കാം. അതിനിപ്പോൾ ഇതാ വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ബോയിലായി വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചേന പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 5 to 6 minutes ഒന്ന് ബോയിലായാൽ മതി. അപ്പോഴത്തേനും ചേന നമുക്കൊന്ന് വെന്ത് കിട്ടും. മറ്റേ അടുപ്പിൽ ഇതപ്പോൾ ചീര കൂട്ടാൻ ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വെളുത്തുള്ളി ആവശ്യമുണ്ട്. അപ്പോൾ വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. പരിപ്പും ചേർത്തിട്ടാണ് വെക്കുന്നത്. പിന്നെ കുറച്ച് കരിവേപ്പിലയും ഒരു മുളകും കീറിയിടാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇവിടെ നമ്മുടെ ചേന അതാ ഇങ്ങനെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റേ ചേന വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് അതിനൊരു മിക്സ് ഉണ്ടാക്കി വെക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, ഒരു 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ, അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ പാകത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആഡ് ചെയ്തു. ഇവിടുത്തെ ചേന വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റിയെടുക്കാം. ഉള്ളിയും ഇതാ വഴന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ചേന ഇതാ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നമ്മുടെ പേസ്റ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേ വെള്ളത്തിൽ തന്നെ ഞാൻ ചേന മെഴുക്കുവരട്ടിക്ക് കട്ട് ചെയ്തതും ഇതാ ചേന ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ പേസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത ശേഷം ഇതാ പേസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ചേന പീസസൊക്കെ ഇതിൽ നമുക്ക് ഒന്ന് മാറിനേറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ചേന വെച്ച് ആ വെള്ളത്തിൽ തന്നെയാണ് മെഴുക്കുവരട്ടിക്കുള്ള ആ ചേനയും ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ ചേന പീസസും ഇട്ട് നന്നായിട്ട് ഇതാ മാറിനേറ്റ് ചെയ്ത് നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് വെച്ചേക്കാം. ഇതിപ്പോൾ ഇവിടെ ചേന ഇതാ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിയൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചീര ആഡ് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചീര വേഗമാകും നമ്മുടെ ചീരക്കറി. ചീര വേഗം വേകുമല്ലോ. പരിപ്പും ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്ത ചീര അത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമുക്ക് നമ്മുടെ ചീര ഒന്ന് അടച്ചൊന്ന് വേവിക്കാം. അപ്പോൾ അതൊന്ന് ചുങ്ങി വരും. ഇപ്പോൾ ഇതാ പരിപ്പ് വേവിച്ചത് അത് ഇതാ എടുത്ത് വെച്ചിട്ടുണ്ട്. പ്രഷർ കുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാ ചീര നന്നായി ചുങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ച പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളവും ആഡ് ചെയ്ത് കൊടുക്കണം. ചീരയിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങി വരികയും ചെയ്യും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചീരയോടുകൂടി യോജിപ്പിച്ചും കൊടുക്കണം. നമ്മുടെ പരിപ്പും ചീരയും കൂടിയിട്ട് പാകത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി രണ്ടും ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് കവർ ചെയ്ത് കുക്ക് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചീരക്കറി റെഡിയാവട്ടെ. ഇവിടെ നമ്മുടെ ചേന ഒന്ന് വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതിലേക്ക് നമ്മുടെ ഈ കായ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ചേനയ്ക്കാണല്ലോ കൂടുതൽ വേവ്. അപ്പോൾ ഇപ്പോൾ കായും കൂടെ ആഡ് ചെയ്ത ശേഷം ഇതും ഒരു 2-3 മിനിറ്റും കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇവിടെ നമ്മുടെ ചീരക്കറി റെഡിയായിട്ടും ഉണ്ട്. അപ്പോൾ ഉച്ചലത്തേക്കുള്ള ചീരയും പരിപ്പും കൂടിയിട്ടുള്ള കറി റെഡിയാണ്. ഇന്നിപ്പോൾ നോ കോക്കനട്ട് ഡേ ആണ്. ഇപ്പോൾ നമ്മുടെ സ്കില്ലറ്റ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായ ശേഷം നമ്മുടെ ചേന പീസസ് മാറിനേറ്റ് ചെയ്ത പീസസ് ഫ്രൈ ചെയ്തെടുക്കാം. 1 സൈഡ് ആകുമ്പോൾ മറ്റേ സൈഡ് ടേൺ ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഈ പീസസ് ഒന്നും കൂടെ വലുതായിട്ട് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഈ സൈസിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചേന ഫ്രൈ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഇത് കുറച്ച് ദിവസമായി വിചാരിക്കുന്നു ഇങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത്. ഇതപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് എടുത്തു കഴിഞ്ഞു. കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. ഇതാ നമ്മുടെ ചേന ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതേ സ്കില്ലറ്റിൽ തന്നെ ഇപ്പോൾ നമുക്ക് ചേന മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. അതിനിതാ ഉള്ളി ആഡ് ചെയ്ത് കൊടുത്തു, ഒരു പച്ചമുളക്, പിന്നെ കരിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കണം. കരിവേപ്പിലയും ആഡ് ചെയ്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചേനയും കായും അത് ഇതപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മാറിനേറ്റ് ചെയ്ത കുറച്ച് ആ മുളകിൻ്റെ മിക്സ്ചർ ബാക്കി വന്നിട്ടുണ്ട്, അതും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ പാകത്തിന് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചേനയും കായും കൊണ്ടുള്ള മെഴുക്ക് പുരട്ടി ഇതായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ചേന ഫ്രൈ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ഇന്ന് ചേന മയം തന്നെയാണ്. അപ്പോൾ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു. ചേന ഫ്രൈ നന്നായിട്ടുണ്ട്, ടേസ്റ്റിയാണ്. അപ്പോൾ അതുപോലെ ഒന്ന് നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടമാകും. ഇപ്പോൾ ഇവിടെ നമ്മുടെ ചേന മെഴുക്ക് പുരട്ടി ഇപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ്. അങ്ങനത്തെ നമ്മുടെ ചേന മെഴുക്ക് പുരട്ടിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചേന മെഴുക്ക് പുരട്ടി, ചേന ഫ്രൈ, ചീരക്കറി, ഇതാണ് ഇന്ന് ഉച്ചയൂണിന് ഉണ്ടാക്കിയ കറികൾ. അപ്പോൾ ഈ ചേന ഫ്രൈ എന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടമാകും. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തതാണ്. ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.